ഒരിക്കലും ഒരു പ്രതീക്ഷിച്ചിട്ട് പോലില്ല ഇതുപോലുള്ള വണ്ടികളൊക്കെ കയറാൻ കഴിഞ്ഞു. നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇതുപോലുള്ള വണ്ടികൾ. അടിപൊളി നല്ലൊരു ഫീലിംഗ് തന്നെയാണ്. ഇതൊക്കെ ഒന്ന് എന്താ പറയാ, ഇത് 500 ദിർഹം കൊടുത്താലും പ്രശ്നമല്ല, ഒന്ന് അനുഭവിച്ചിട്ട് തന്നെ പോകണം. അതിന് ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് വലിയൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എവിടേക്കാണ് പോകണേ? ലിമോസിൻ ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാ. യെസ്, അതായത് ലിമോസിൻ കാറിൽ ഒരു ഡ്രൈവ് പോകാൻ പോവാണ്. ഞാൻ ഇത്ര നാളായിട്ടും ഇവിടെ വന്നിട്ട് ലിമോസിനിൽ കയറിയിട്ടില്ല. പല കാറുകളിലും കയറിയിട്ടുണ്ടെങ്കിലും ലിമോസിനിൽ ആദ്യമായിട്ട് കയറുകയാണ്. അപ്പോൾ ഒരു ലിമോസിൻ കാറിലെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ ബ്ലോഗ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം അല്ലേ? ഓക്കെ, കൊച്ചുവെളുപ്പങ്കാലത്ത് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ സീറ്റിങ്ങിൽ ഓക്കെ ആണ്. പാപ്പു ഓക്കെ ആണോ? ഇവിടെ തന്നെ ഇരിക്കണേ, എണിച്ചരുത് കേട്ടോ, ഡോർ തുറക്കരുത്. ഗുഡ് ഗേൾ അല്ലേ പാപ്പു? ഗുഡ് ഗേൾ ആണോ? ഗുഡ് ഗേൾ ആണോ പാപ്പു? വണ്ടി പിടിച്ചാട്ടാ. ഓക്കെ, പാപ്പന് പാപ്പൊക്കെ കഴിച്ചിട്ടുണ്ട് രാവിലെ? ആ, അമ്മ അപ്പുറത്ത് വരും കേട്ടോ. കാലത്ത് നേരത്തെ പോകുന്നത് ഭക്ഷണം കഴിക്കാനാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾക്ക് ലിമോസിൻ റൈഡിന് പോകാം. അങ്ങനെ വണ്ടി നമ്മുടെ കൊണ്ടാട്ടി കിടന്ന് ഓടിക്കുന്നുണ്ട്. മാത്രല്ല പോകുന്നത് ഒരാളും കൂടി ഉണ്ട്. ആരാണ്? ഷാനിദാണേ. പാപ്പുഷേ, നമ്മൾ എവിടേക്കാ പോണേ? ദുബായിൽ എവിടെയാ പോണേ? ബച്ച് പോലത്തെ കാർ അല്ലേ അച്ഛൻ പറഞ്ഞേ? ആ, ബച്ച് പോലത്തെ കാറ്. ആ, അത്രേ ഉള്ളൂ. ഓക്കെ, വിശക്കണ്ടേ പാപ്പുന്? പാല് വെച്ചണ്ടേ? ആ, പാപ്പ കഴിച്ചണ്ടേ? പാല് കിട്ടിയില്ല? ഇല്ല അല്ലേ? ദോശയും ചാമ്പാരും കഴിക്കണ്ടേ? വേണ്ട. പോട്ടെ. ലിമോസിൽ കയറാൻ വേണ്ടി വേറെ ആൾക്കാരുണ്ട്. അതിലെ ഫസ്റ്റ് ടൈം അല്ലേ ലിമോസിൻ? കണ്ടിട്ടുണ്ട് ഇതിലെങ്ങനെ പോകുന്നത്. അതെ അല്ലേ? നിസാറെ എക്സൈറ്റ്മെന്റ് ഉണ്ടോ? അടിപൊളി. ഇവിടെ കുറെ കണ്ടിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനൊക്കെ സെറ്റപ്പ് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. സാർക്ക എന്തെങ്കിലും പറയണ്ട? 12 വർഷത്തെ ആഗ്രഹമാണ് കേറാൻ പോണല്ലേ? ഞാൻ 9. ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ടൈം. അപ്പൊ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ ഒരു ഊത്തപ്പവും ഒരു സാമ്പാറിഡ്ലി ഫിനിഷായി. അപ്പോ പാപ്പ കഴിച്ച നീ? എന്താ പാപ്പ കഴിക്കാഞ്ഞ? അമ്മയല്ല അല്ല, വിശക്കണില്ല അപ്പൊ പാപ്പന്? വിശക്കണില്ല. ഞങ്ങള് ആ പാർക്കിംഗ് ലോട്ടിലെത്തി, ലിമോസിന്റെ പാർക്കിംഗ് ലോട്ടിലെത്തി. പാപ്പു വാ പോവാ. ഇഷ്ടംപോലെ പ്രാവുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പോണ്ടേ? കാറ് പോലെ ബെച്ച് പോലത്തെ കാറിൽ പോണ്ടേ? വെയിലുണ്ടാ പാപ്പു? വെയിലുണ്ടാ? ബാ പോവാ. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. ഇത്രയും ബസ്സുകൾ ഇതേ ഇവിടെ ഇങ്ങനെ കിടക്കാം. അതായത് കൊറോണ ഇമ്പാക്റ്റാണ്. എവിടെയും ആൾക്കാർ കുറവാണ്, ടൂറിസ്റ്റുകൾ വരുന്നതൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ ബസ്സുകളുടെ എല്ലാ കമ്പനികൾക്കൊക്കെ പണി കിട്ടിക്കിടക്കുകയാണ്. ഇതാണ് വലിയൊരു ഇമ്പാക്റ്റ് ഈ ഒരു മേഖലയിൽ. ഇങ്ങനെ ഇതേ നമ്മുടെ ലിമോസിൻ വന്നിരിക്കുകയാണ്. നമ്മുടെ ഇൻഫിനിറ്റിയുടെ ഒരു ലിമോസിനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ QX80 ആ റേഞ്ചിലുള്ളൊരു വണ്ടിയാണ്. നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് കാണാം. ഇൻഫിനിറ്റി മാത്രമല്ല കേട്ടോ, അപ്പുറത്ത് ഹമ്മറുണ്ട്. ഹമ്മറിന് അപ്പുറത്ത് ഒരു ഡോഡ്ജ് കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ലിമോസിൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മളിന്ന് പോകാൻ പോകുന്നത് ഈ ലിമോസിനിലാണ് കേട്ടോ. ഇൻഫിനിറ്റി QX80 ആണ് നമ്മുടെ വണ്ടിയുടെ മോഡൽ. അപ്പോൾ ഈ കമ്പനിയുടെ പേര് ദ ലിമോ ദുബായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലക്ഷറി സർവീസസ് കമ്പനിയാണ്. കമ്പനിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ ഈ കമ്പനിയുടെ ഈ ഒരു വണ്ടിയിലാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. പക്ഷേ കാർ ഇഷ്ടപ്പെട്ടാ? വലിയ കാറല്ലേ, ബെച്ച് പോലത്തെ കാറ്. നമ്മൾ ഈ കാറിലാണ് പോണേ. നിനക്ക് കാർ ഇഷ്ടപ്പെട്ടാ? ഇത്ര വലുപ്പം പ്രതീക്ഷയായിരുന്നോ? ഇതെങ്ങനെ വളച്ചെടുക്കുമല്ലേ? നീ ഇതെങ്ങനെ പാർക്ക് ചെയ്യും? 4 വീലേഴ്സ് മാനുവൽ ലൈസൻസ് ചായേ? മാനുവൽ ചായേ? ആ, ഓക്കെ ഓക്കെ ഓക്കെ. അതിന് ഇത്ര വലുപ്പം പ്രതീക്ഷയായിരുന്നോ? അമ്മറിനുണ്ട്. വലതാരം വെച്ച് കയറാം. മറ്റേ സാങ്കേതിക മ്യൂസിക് ഇടറോ? കൊണ്ടെടുക്കാൻ പാടാണ്, പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര പാടാ. ഓ ശരിയാ. അപ്പൊ നമ്മള് ലിമോസിന്റെ അകത്ത് കയറാൻ പോവാണ്. ഹായ് സൈർ ബോയ്,
കേറട്ടെ, വലുതായാലും വെച്ച് കേറട്ടെ. എന്തുട്ടാ സെറ്റപ്പ് അല്ലേ? ആദ്യമായിട്ടാണ് ലിമോസിന്റെ ഉള്ളില് കേറുന്നത്. ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുണ്ടെങ്കിലും. പാപ്പുസേ വാടാ. യെസ്, കം കം. ഇങ്ങോട്ട് എവിടെ ഇരിക്കെ? ഇഷ്ടായ പാപ്പുസിന്? ഇഷ്ടായ പാപ്പുസേ? അപ്പൊ നമ്മുടെ ദുൽഖർ സൽമാൻ കയറിയ കാറിന്റെ ഉള്ളിലാണ് കയറിയിരിക്കുന്നത്. ദുൽഖർ സൽമാനെ കൊണ്ടുപോയ ഡ്രൈവർ തന്നെയാണ് നമ്മളീ കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്ക് ഏതായാലും പോയി നോക്കാം. പാപ്പു കാറിഷ്ടപ്പെട്ട? കാർ ഇഷ്ടായ പാപ്പു? സൂപ്പറാണോ കാറ്? ഇതാരെ കാറാ അത്? പാപ്പുന്റെ കാറാണോ? പാപ്പുന്റെ കാറാണോ? അങ്ങനെയുണ്ട് വണ്ടി. എന്താ പറയാ, ഇന്നത്തെ ക്രിസ്മസ് ഡേ ആണെന്ന് രാവിലെ 9 മണിക്ക് തന്നെ നമുക്ക് നല്ലൊരു ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സംഭവമാണ് കിട്ടിയിരിക്കുന്നത്. ഇവര് നമ്മള് സത്യം പറയുകയാണെങ്കിൽ ഓരോന്നും വ്യത്യസ്തം തന്നെ കേട്ടോ. ഓരോന്നും നമ്മൾ അനുഭവിച്ച് തന്നെ തീർക്കേണ്ട സംഭവങ്ങളാണ്. ഇതൊന്നും ഒരിക്കലും ഒരു പ്രതീക്ഷിച്ചിട്ട് പോലില്ല ഇതുപോലുള്ള വണ്ടിയിലൊക്കെ കയറാൻ കഴിയും. നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇതുപോലുള്ള വണ്ടികൾ. അടിപൊളി നല്ലൊരു ഫീലിംഗ് തന്നെയാണ്. ഇതൊക്കെ ഒന്ന് എന്താ പറയാ, ഇത് 500 ദിർഹം കൊടുത്താലും പ്രശ്നമല്ല, ഒന്ന് അനുഭവിച്ചിട്ട് തന്നെ പോകണം. അപ്പൊ നമുക്ക് ഈ ലിമോസിനൊക്കെ സെറ്റ് ആക്കി തന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ഫ്രണ്ട് നമുക്ക് ഇത് പരിചയപ്പെടാം. പേര് അരുൺ എന്നാണ്. അരുണിന്റെ ഒരു ചാനലുണ്ട്. ചാനലിന്റെ പേര് പറ. ചാനലിന്റെ പേര് ഡെസേർട്ട് ഡ്രൈവ്. നല്ല കാറുകളുടെ റിവ്യൂ, അതായത് ഇവിടുത്തെ കാറുകളുടെ റിവ്യൂ ചെയ്യുന്ന ഒരു അടിപൊളി ചാനലാണ്. നിങ്ങളൊന്ന് കയറി കാണണം. നല്ല വെറൈറ്റി കാറുകളും നല്ല ക്ലാസിക് കാറുകളൊക്കെ അവനെടുത്ത് ചെയ്തിട്ടുണ്ട്. ഞാനും അവന് വലിയൊരു ഫാനാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവനോട് തന്നെ നമുക്ക് ചോദിക്കാം. അതിനോട് ചാനൽ എങ്ങനെ പോകുന്നു? ചാനൽ കുഴപ്പമില്ല, തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് ഫുള്ള് കാറാണ് മെയിൻ അല്ലേ? കാറുകളാണ് നമ്മള് വണ്ടികളുടെ ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂസ് കാര്യങ്ങളെല്ലാം ആണ്. പിന്നെ കുറച്ച് ട്യൂട്ടോറിയൽസ് അങ്ങനെ. ഇതിൽ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള വാഹനങ്ങളല്ല, ഇവിടെ ഗൾഫിലുള്ള അവൈലബിൾ ആയിട്ടുള്ള മോഡൽസ് ആണ് നാട്ടുകാർക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിലായിരുന്നപ്പോഴും എനിക്ക് ഇവിടുത്തെ വണ്ടികളെ കുറിച്ചൊന്നും വലിയ അറിവുണ്ടായില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് തോന്നി, എനിക്ക് അന്നൊരു ഇതുണ്ടായില്ല. നാട്ടുകാർ ഇതിനെ കുറിച്ച് അറിയട്ടെ എന്നുള്ളത് ഇവിടെയുള്ള സ്പെഷ്യൽ വാഹനങ്ങളുടെ എല്ലാം വീഡിയോസ് ചെയ്യലാണ്. ഇത് ലിമോസിൻ എങ്ങനെയാണ് ഇതിന്റെ റെന്റും കാര്യങ്ങളൊക്കെ? ലിമോസിൻ ഇത് ഒരു SUV മോഡൽ വാഹനമായതുകൊണ്ട് ഇതിന് 500 ദിർഹമാണ് പെർ അവർ ഇവർ ചാർജ് ചെയ്യുന്നത്. അതുപോലെ ഇതിന്റെ ഒരു 4 അവർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1800 ദിർഹംസ് ആണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ സെഡാൻ ടൈപ്പ് ഉണ്ട്, അതിന് 400 ആണ് പെർ അവർ വരുന്നത്. നമുക്ക് ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇത് ഒരു സ്ഥലത്ത് നിർത്തും. അപ്പൊ പുറത്തിറങ്ങിയിട്ട് നമുക്ക് ഡീറ്റെയിൽ എടുക്കാം. ഇന്ത്യയിലെ ഒരു കാഴ്ചകൾ നിങ്ങൾ കാണട്ടെ. An otherwise suffocating world, I'm reaching out for arms, I'm drowning in the open-ended love we're making, girl. Exhale the past, inhale a future that lasts. സബീൽ പാലസിലെത്തിയിരിക്കുകയാണ്. സബീൽ പാലസിന്റെ പാർക്കിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ലിമോസിൻ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലിമോസിൻ പാർക്ക് ചെയ്യാൻ തന്നെ സെപ്പറേറ്റ് പാർക്കിംഗ് ആയിട്ടോ. ലിമോസിനല്ല, ബസ്സും എല്ലാം പാർക്ക് ചെയ്യാം. അപ്പോൾ ഒരു ബസ് പാർക്ക് ചെയ്യുന്ന സ്ഥലം വേണം നമുക്ക് ഈ സാധനത്തിനെ പാർക്ക് ചെയ്യണമെങ്കിൽ. ഇതിൻ്റെ ക്യാബിൻ ഒന്ന് കാണാം, ഡ്രൈവർ ക്യാബിൻ. ഇത് സാധാ ക്യാബിൻ തന്നെയാണ്, ഇൻഫിനിറ്റിയുടെ നോർമൽ ഇൻറ്റീരിയർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേറൊരു സംഭവങ്ങളൊന്നുമില്ല, ജസ്റ്റ് ആ 2 ബക്കറ്റ് സീറ്റ് തന്നെയാണ്. പ്ലസ് ഇവിടെ ഒരു പാർട്ടീഷൻ പുറകിൽ. വേറൊന്നും അതിൽ വെറൈറ്റി ആയിട്ട് പറയാനില്ല. അങ്ങനെ ലിമോസിൽ ആദ്യമായിട്ട് കയറിയതിൻ്റെ വലിയൊരു എക്സൈറ്റ്മെൻറ്റിലാണ്. എന്താ പറയുക, സംഭവം കിടുവാണ് കേട്ടോ. ഒരു കുട്ടികൾ നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ ലിമോസിൻ യാത്ര. ഞാൻ ഒരുപാട് തവണ ആഗ്രഹിച്ചതാണ്, പക്ഷേ ഇന്നാണ് അതിനൊരു എന്താ പറയുക, ഒരു പര്യവസാനം ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നിസാൻ പെട്രോൾ ഉണ്ടല്ലോ, നിസാൻ പെട്രോളിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ, അതായത് നിസാൻ പെട്രോളിൻ്റെ ലക്ഷറി മോഡലാണ് ഇൻഫിനിറ്റി QX80. ആ QX80യുടെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ് ഈ ലിമോസിൻ, നമ്മളിന്ന് സഞ്ചരിക്കുന്ന ലിമോസിൻ. അപ്പോൾ കാർ ഇഷ്ടപ്പെട്ടാ? സൂപ്പറാണോ കാറ്? കാറ് വീഴും വീഴും വീഴും. ഈ ലിമോസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ SUV വാങ്ങിച്ചത്, അതായത് ഇപ്പോൾ ഈ ഇൻഫിനിറ്റിയുടെ QX80 എന്ന് പറഞ്ഞ മോഡൽ, ആ വാങ്ങിച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അതിന് 2 ചേസും നമ്മൾ നീളം കൂട്ടിയിട്ടാണ്
ഈ ഒരു ലിമോസിനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് അതിൻ്റെതായ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ പാസും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവർക്കിത് റോട്ടിൽ ഓടിക്കാൻ പറ്റും. ആ രീതിയിലാണ് അവർ ലിമോസിൻ നമ്മുടെ UAE ഓടിക്കുന്നത്. എല്ലാ നാട്ടിലും അതേപോലെ തന്നെയാണ്. അല്ലാതെ ലിമോസിനായിട്ട് എവിടെയും എനിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നില്ല ഒരു ബ്രാൻഡും. ഇത് വാങ്ങിച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഉണ്ടാക്കുകയാണ് നമ്മുടെ ഈ ലിമോസിൻ. ഈ ചേട്ടനാണ് നമ്മുടെ ഷോഫർ. അപ്പോൾ നാം അതുൽ ഖാൻ ഒരു പാകിസ്ഥാൻ ഓക്കെ, നല്ലൊരു ആളാണ്. നമുക്ക് അടിപൊളിയായിട്ട് സർവീസും കാര്യങ്ങളൊക്കെ തന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സർവീസ്. നമുക്ക് ഇതിൽ കുടിക്കാനും എല്ലാ റിഫ്രഷ്മെൻറ്റിനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. ജ്യൂസ്, വാട്ടർ എല്ലാം നമുക്ക് എൻ്റെ ഡിക്കിയിൽ അവൈലബിൾ ആണ്. നമുക്ക് എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം. ഇനി അഥവാ നിങ്ങൾ പാർട്ടിയൊക്കെ ഓർഡർ ചെയ്യുന്നാലും ബർത്ത്ഡേ പാർട്ടിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ള അറേഞ്ച് ചെയ്യും. പിന്നെ അതുപോലെ മീറ്റിംഗ് ആണെങ്കിൽ മീറ്റിംഗ് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ള അറേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ പല സർവീസിനായിട്ട് നമുക്ക് ഈ ലിമോസിൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആണോ അങ്ങനെ പാപ്പൂസ് നമ്മുടെ ചോഫർ ചേട്ടൻ കൊടുത്ത ജ്യൂസും കുടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ലിമോസിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. എങ്ങനെയുണ്ട് ഇന്റീരിയർ കൂട്ടാ? അടിപൊളി. ലൈറ്റ് ഒക്കെ ഇപ്പൊ ഓഫ് ആക്കി, അതുകൊണ്ട് ഇപ്പൊ അത്ര വിസിബിൾ അല്ല. എന്താ വെച്ചാൽ ലൈറ്റ് ഓഫ് ആകാൻ കാരണമുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്താലേ ലൈറ്റ് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഭയങ്കര സൗണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഓഫ് ചെയ്യാൻ പറഞ്ഞത്. സീറ്റിംഗ് അറേഞ്ച്മെന്റ് പറഞ്ഞാൽ ഇവിടെ 2 സീറ്റ് ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒറിജിനൽ സീറ്റ് തന്നെയാണ് തോന്നുന്നുണ്ട്. കണ്ടിട്ട് അതിൽ സെൻട്രൽ സീറ്റ് ഇട്ടിരിക്കുക തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ ഇതേപോലെ ഒരു സീറ്റാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. പാപ്പോ എങ്ങനെയുണ്ട് വണ്ടി? സൂപ്പറാണോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വെക്കാനുള്ള കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. ഈ സീറ്റിലൊക്കെ നമുക്കത് കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാം. പാർട്ടികളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാം. സ്പീക്കേഴ്സും അതേപോലെ എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. Breathe you in like oxygen. Oh, in an otherwise suffocating world, I'm reaching out for arms, I'm drowning in the open-ended love we're making, girl. Exhale the past, inhale a future that lasts. Change my heart, change my mind. For the last time, wanna believe in the life I've led. I don't wanna leave another word unsaid. You know my heart will follow you in tomorrow. In tomorrow. നമ്മുടെ ലിമോസിൻ യാത്രയൊക്കെ അങ്ങനെ എൻജോയ് ചെയ്ത് അങ്ങനെ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ചാൻസ് കിട്ടുകയാണെന്ന് വെച്ചാൽ ലിമോസിൻ ഒരിക്കലും എന്താ പറയുക മിസ്സാക്കരുത്. ഞങ്ങൾ സഞ്ചരിച്ച ആൾക്കാരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പുകൾ? മാസ്റ്റർ പീസ് എന്താ പറയാനുള്ളത്? അടിപൊളിയാണ് സംഭവം. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. ക്രിസ്മസ് ആയിട്ട് നമുക്ക് നല്ലൊരു ലോട്ടറി ഉണ്ടായിരുന്നു. നല്ല ലോട്ടറി ആയിരുന്നു. നമുക്ക് ഈ വണ്ടി ഒപ്പിച്ചു തന്നത് നമ്മുടെ അരുൺ ബ്രോയാണ്. അപ്പൊ അരുൺ ബ്രോയ്ക്ക് ബിഗ് താങ്ക്സ് സംഭവം ഒപ്പിച്ചു തന്നതിന്. ഷാനി എന്താ പറയാനുള്ള? അടിപൊളി ക്രിസ്മസ്, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ക്രിസ്മസ് 2020. ബ്രോ ഒന്നും പറയാനില്ല, അടിച്ചു പൊളിച്ച്. അത് തന്നെ കൊറോണ എങ്ങനെ നമ്മള് എന്താണ് ന്യൂ ഇയറോട് കൂടി മാസ്ക് ഇടാതെ പറഞ്ഞേക്കാം. അപ്പോ ഇതേപോലെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.